ഇങ്ങനെ പറഞ്ഞു എന്റെ ഫ്രണ്ട് ആരവിടെ പോയാലും എന്നെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു ഞാൻ കേട്ടില്ല. ഞാൻ പോയി സംസാരിച്ചു ഉപ്പാടുത്തും ഉമ്മാടുത്തും. അപ്പൊ അവര് പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് വരാൻ നിൽക്കണ്ട. ഞാനാണ് കൊന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല എതിരുണ്ടായിരുന്നു. ഇങ്ങനൊന്നല്ല ശരിക്കുള്ള ലൈഫ്, നമ്മുടെ ശരിക്കുള്ള ജീവിതമല്ല മീഡിയക്ക് മുന്നിൽ അവർ പറഞ്ഞുണ്ടാക്കിയത്. ബോധം വെച്ച് തന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ കുട്ടിക്ക് അപ്പുറം പറഞ്ഞു കൊടുക്കൂലേ. സഭ കണ്ടിട്ടില്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ മോനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി ചോദിച്ചത്. അവര് പറഞ്ഞു അതും പറഞ്ഞു വരണ്ട. പിന്നെന്താ പറയാ, ഇങ്ങനെ ഓക്കും ഒന്നാമത് അവരെ കാര്യങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. മനുഷ്യക്ക് അവരെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യുന്നത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പൊ ഏതൊരു ആളും ആണെങ്കിലും അങ്ങനത്തെ ഒരു ഫാമിലി, ഒരു സ്വന്തം ഇങ്ങനെ പറഞ്ഞു എന്റെ ഫ്രണ്ട് ആരവിടെ പോയാലും എന്നെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു ഞാൻ കേട്ടിട്ട് പോകും. എന്റെ അടുത്തും കാണാൻ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആരും കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വരണ്ടാന്ന്. പിന്നെ സഫയോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് കുട്ടീനെ കാണാൻ പോവാം വീട്ടിലേക്ക്. ചോദിച്ചിട്ടല്ലേ പോകാൻ പറ്റില്ല, അവർക്ക് വീട് അറിയില്ല, അവര് വീട് മാറിയിട്ടുള്ളത്. ഞാൻ പോയി സംസാരിച്ചു ഉപ്പാടുത്തും ഉമ്മാടുത്തും. അപ്പൊ അവര് പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് വരാൻ നിക്കണ്ടാന്ന് പറഞ്ഞു. പിന്നെ വേറെന്തോ പറഞ്ഞല്ലോ എന്നോട്, പിന്നെ ഞാനാണ് കൊന്നത്. അങ്ങനെ കൊറേയൊക്കെ പറഞ്ഞു. ഞാൻ അവര് കണ്ട പോലെ ഇപ്പം ഒന്നാമത് വെയിലും പറയുന്നില്ല, സൂക്ഷിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഓൾറെഡി ഈ മരിച്ചതിന് ശേഷം ഒരുപാട് ന്യൂസും കാര്യങ്ങളും അതും ഒരുപാട് രീതിയിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ സഫയുടെ ഫാമിലി കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വാപ്സിക്ക് അറിയില്ലായിരുന്നു. ഉമ്മച്ചി കണ്ടിട്ടുണ്ട്. അപ്പൊ ഉമ്മച്ചിയാണ് വാപ്സിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. മാനുവിന്റെ പ്രപ്പോസല് ഞാൻ പറഞ്ഞപ്പ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല എതിരുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായില്ല. ഞാൻ പറഞ്ഞ ഈ മീഡിയയിൽ കാണുന്ന പോലെ ഒന്നും അല്ല ശരിക്കും ഉള്ള ലൈഫ്, അത് വേറെ ലൈഫ് തന്നെ. ലോങ് ഡിസ്റ്റൻസ് ആന്ന് പറഞ്ഞല്ലോ, അതായിരുന്നു കുറച്ച് പ്രശ്നം. എവിടെയാണ് സഫയുടെ വീട്? ഇവിടെ ആലുവയിലാണ് വീട് വരിക. അപ്പം അവിടുന്ന് കാസർഗോഡ് അല്ലേ? കാസർഗോഡ് എന്നുള്ളൊരു വരുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ വലിയ കുഴപ്പമില്ല. അതെ, ഞാൻ ഭയങ്കര എനിക്ക് ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതെ, ഒരു ദൂരം ഒരു വശം പോലെ ആയിരുന്നു. ഫാമിലിയിലേക്ക് വരാണെങ്കിൽ ഫാമിലി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? അമ്മ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മച്ചി 2 അനിയത്തിമാരുണ്ട്. ഉണ്ട്. അവരൊക്കെ എന്താ പറഞ്ഞ? അനിയത്തിമാരൊക്കെ എന്താ പറഞ്ഞ? അവർക്ക് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. മേനോനെ പറ്റി മുന്നേ പറയുമായിരുന്നു അവരുടെ അടുത്ത്. ഇങ്ങനൊന്നല്ല ശരിക്കുള്ള ലൈഫ്, നമ്മുടെ ശരിക്കുള്ള ജീവിതമല്ല മീഡിയക്ക് മുന്നിൽ അവർ പറഞ്ഞുണ്ടാക്കിയേക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേനോന്റെ കാര്യങ്ങൾ അവർക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഉമ്മച്ചിയാണ് വീഡിയോസ് കണ്ടിട്ടുള്ളത്, ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ. വേറെ കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇപ്പം നേരത്തെ വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ അതായത് മെഹനു കൊന്നതുപോലെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരച്ഛനും അവകാശമുണ്ട് ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങള് മുന്നോട്ട് പോകാൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്ത എന്താണ്? ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ പിന്നൊന്ന് ഞാൻ മാക്സിമം ഫസ്റ്റ് ഒക്കെ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അത് നല്ലൊരു തുക തന്നെ കൊടുത്ത് അതൊന്നും റിപ്ലൈ ഇല്ല. പിന്നെ എല്ലാരും കാണുമ്പോ ഏത് കാണും വലിയ ഫണ്ടാണ് ഇങ്ങനെ ഫസ്റ്റ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഫസ്റ്റ് ഒക്കെ ഉള്ളതൊക്കെ എത്രയോ ഫണ്ട് പൊട്ടീനി ഇതിന്റെ പേര് മറ്റേ ഒറ്റൊരു ഫയല് പോയിട്ട് അതെല്ലാം അത്ഭുതമായിട്ട് തോന്നും. കാരണം ലാസ്റ്റ് വരെ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു അഡ്വക്കേറ്റ് ഒരാളാണ് 5,000 സ്റ്റാർട്ടിങ് വെച്ചതാ. ഞാൻ 30,000, 40,000, 50,000, 60,000 ഓരോരാൾക്ക് കൊടുത്തിട്ട് ഇതായിട്ട് ഒറ്റ ഫയല് നീങ്ങിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞു എന്തോ കൂടോത്രത്തിന്റെ പവർ ഉണ്ട്. കാരണം ഇതെല്ലാം അത്ഭുതമല്ല, എനിക്ക് സീരിയസ്ലി അങ്ങനെ തോന്നിയ. അത് പണ്ട് വരെ എത്ര കുഞ്ഞിന്റെ കാര്യമെല്ലാം നോക്കണം, എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എല്ലാം ആക്കീന്. പക്ഷെ അതിന്റെ ഒരു റിപ്ലൈ ഇതായിട്ടാ. പിന്നെ ഒന്നാമത് ഞാൻ നല്ല ഇപ്പോഴും ആണെങ്കിലും ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കയറും. നല്ല രീതിക്ക് ഡിപ്രഷൻ. ഇപ്പൊ കൊച്ചിനൊരു 4 വയസ്സൊക്കെ ആയില്ലേ, അവര് കഥകൾ പറഞ്ഞു കൊടുത്തേക്കുന്നത് വേറെ ടൈപ്പ് ആയിരിക്കും. കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു ബോധം വെച്ച് തന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടിക്ക് അപ്പുറം പറഞ്ഞു കൊടുക്കൂലേ. വാപ്പയാണെന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവര് ചിലപ്പോ സ്റ്റോറീസ് ചിലപ്പോ നെഗറ്റീവ് ആക്കുന്ന മേനുവിനായിരിക്കും. മോന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ശരിക്കും മെഹനുവിന്റെ അടുത്ത്? സഭ കണ്ടിട്ടില്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ മോനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി ചോദിച്ചത്. അവര് പറഞ്ഞു അതും പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.